ഹലോ ഓൾ, ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഈസി ആയിട്ടും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റ് ആയാലോ. അപ്പോൾ നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ യൂസ് ചെയ്യണം. ഇച്ചിരി എണ്ണ കൂടുതലിരിക്കണം നല്ലതായിരിക്കും, കാരണം നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നതാണ്. വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പോകുന്നതാണ് ആയതുകൊണ്ട് നമുക്കിന്ന് ഇച്ചിരി ഓയിൽ ഇച്ചിരി കൂടുതൽ ഒഴിച്ച് നമുക്കൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഓയിലൊന്ന് ചൂടായി വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 1/4 സ്പൂൺ ടീസ്പൂണ് കടുകാണ് ഇടുന്നത്. കടുക് പൊട്ടി തുടങ്ങി. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും ബാക്കി നമുക്ക് ചേരുവകൾ ചേർക്കാം. ഇപ്പോൾ നമ്മൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളടുത്തൊരു 3 മീഡിയം സൈസ്ഡ് സവാളയാണ് ചേർക്കുന്നത്. സവാള നല്ല നേരിയതായിട്ട് അരിഞ്ഞത് നമുക്ക് നമ്മളൊരു മീഡിയം ഫ്ലെയിം ഇട്ട്, അങ്ങനെ ഒരുപാട് ഹൈ ഫ്ലെയിം ഇടേണ്ട, ഒരു മീഡിയം ഫ്ലെയിം ഇട്ടൊന്ന് നമുക്ക് നന്നായി സോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ സവാളയുടെ കളറ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്യണം. അതിനൊന്ന് ഫ്ലെയിം മീഡിയത്തിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് എപ്പോഴും പാട്ട് കേട്ടാണ് കുക്ക് ചെയ്യാൻ. കാരണം പാട്ട് കേട്ട് നമുക്ക് കുക്ക് ചെയ്യുമ്പം നമ്മൾ എന്താ പറയുക, നമുക്കങ്ങനെ നമുക്കിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരുന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ ചിലവർക്ക് ഇഷ്ടമാണ്. അതുപോലെ എനിക്കും അത് ഇഷ്ടമാണ്, ഒന്ന് പാട്ടൊക്കെ കേട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് നന്നായി ഒരിച്ചിരി ഉള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി സവാള നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴേക്കും നമുക്കൊരു അരമുറി ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ അരമുറി ഇഞ്ചിയും ഒരു 4 അള്ളി വെളുത്തുള്ളിയും ഇടുന്നുണ്ട്. 4 അള്ളി വെളുത്തുള്ളി നീളത്തിനരിഞ്ഞ വെളുത്തുള്ളിയാണ്, നീളത്തിനരിഞ്ഞ രീതിയിലാണ് ഇടുന്നത്. നമുക്ക് ചെറുതായിട്ടൊന്ന് വെളുത്തുള്ളി കടിക്കാൻ കിട്ടുന്നതൊക്കെ ചില ആൾക്കാരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതുപോലെ കടിക്കാൻ കിട്ടത്തക്ക രീതിയിലാണ് വെളുത്തുള്ളി ഇട്ടേക്കുന്നത്. പിന്നെ ഈ ചാനലിൻ്റെ അകത്തുള്ള എല്ലാ റെസിപ്പീസും സിമ്പിൾ റെസിപ്പീസാണ്. നമ്മളുടെ കയ്യിലുള്ളത് വെച്ചും നമുക്കൊന്ന് പെട്ടെന്ന് ഒന്നൊരു ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ ഇന്നൊരു ഡിഷ് ഇത് ഉണ്ടാക്കിയാലോ, നമ്മളെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പീസാണ് നമ്മൾ ഈ ചാനലിൻ്റെ അകത്തുള്ളത്. അങ്ങനെ ഞാൻ നമ്മൾ ഭയങ്കര ഫോമൽ കുക്കിങ്ങൊന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് സ്വാദിഷ്ടമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള റെസിപ്പീസ് ഇടുന്ന ഒരു ചാനലായത്. അപ്പോൾ നമുക്ക് നമ്മളുടെ സവാളയും നമ്മളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വാടി വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നന്നായി ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സവാളയുടെ കളറൊക്കെ മാറി വന്ന് ഏകദേശം ബ്രൗൺ കളറായി. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ചെറിയ സ്പേസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി നമ്മൾ മസാലപ്പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇച്ചിരി മുളക് പൊടിയാണ് ഇച്ചിരി കൂടുതൽ നിൽക്കുക, ആ ഒരു കളറിലും കിട്ടാൻ വേണ്ടി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുവാണ്. അത് നമുക്ക് ഇനി ഇത് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം ഫ്ലെയിം നന്നായി തീ കുറച്ച് വേണം നമ്മൾ മസാലകൾ ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ മസാലകളൊന്നും കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ഫ്ലെയിം ഏറ്റവും ലോയിൽ ഇടുക ചെയ്യണം. ഇത് ഞങ്ങളുടെ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് സ്റ്റൗ ആണ്. അപ്പം നമുക്ക് എപ്പോഴും ഇലക്ട്രിക് സ്റ്റൗവിൽ ഒരു ഇച്ചിരി ചൂട് എപ്പോഴും ഉണ്ടാവും. സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും മാക്സിമം ഒന്ന് ഓഫാക്കിയിട്ടാണ് ഞാൻ ഈ മസാലപ്പൊടികൾ ഇട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ ഉള്ളിയിലോട്ടൊക്കെ ഒന്ന് മസാല പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട പൊടികളൊക്കെ ഒന്ന് ചേർന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയിലോട്ട് സവാളയിലോട്ട് എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇടാം. നമ്മളിനി ഗരം മസാലയും കൂടെ ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുവാണ്. ഇച്ചിരി ടൈമൊക്കെ എടുത്ത് നമുക്കൊന്ന് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി ചേർക്കാൻ പോകുന്നത് 2 മീഡിയം സൈസ്ഡ് തക്കാളിയാണ്. നീളത്തിന് അരിഞ്ഞ 2 മീഡിയം സൈസ് തക്കാളി ഒരുപാട് പഴുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്ന് സമയമെടുത്തൊന്ന് വഴറ്റി എടുക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. നമുക്കൊന്ന് വേണ്ടിയ ഉപ്പ് ഇനി ചേർക്കാം നമുക്ക്. കാരണം നമ്മൾ ഓൾറെഡി ആദ്യമേ ഒരു ഇച്ചിരി ഉപ്പേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളൊന്ന് സവാള വഴറ്റി കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് പാകത്തിനുള്ള അവരവരുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് സമയമെടുത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാ മസാലകളും നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ 4 മുട്ടയാണ് വേവിക്കാൻ വെച്ചിരുന്നത്. അപ്പോൾ 4 മുട്ട നീളത്തിന് കീറിയത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലകളൊന്ന് ഈ മുട്ടയിലോട്ടൊന്ന് ടാപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പം എന്താ പറയുക, നമ്മളുടെ എഗ്ഗിനും നമുക്ക് മുട്ടയ്ക്കൊക്കെ നല്ലൊരു ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചൊരു ഫ്ലേവർ കിട്ടും. അത് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് മുട്ടയൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി എളുപ്പത്തിനുള്ള എഗ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എഗ് റോസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് കഴിക്കണം തോന്നുവാണെങ്കിൽ നമുക്ക് നല്ല ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു എന്താ പറയുക, നമുക്കൊന്ന് ആ ഒരു നല്ലൊരു റോസ്റ്റ് പരുവത്തിൽ കിട്ടാൻ വേണ്ടി ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം, എന്നിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയുക, എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണാം എല്ലാവർക്കും. ടാറ്റാ, ബൈ.